ദൈവത്തിന് മഹത്വം. നമ്മുടെ പ്രതിദിന ആഹാരം ഫെബ്രുവരി 7. മതിലിന്മേലുള്ള ദൂതന്മാർ. ഞങ്ങളോ ഞങ്ങളുടെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, അവരുടെ നിമിത്തം രാവും പകലും കാവൽക്കാരെ ആക്കേണ്ടി വന്നു. നെഹമ്യാ പ്രവാചകന്റെ പുസ്തകം 4 അധ്യായം 9 വാക്യം. ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ഇംഗ്ലണ്ടിലെ ഒരു സഭയെ നയിക്കാൻ വാലസും മേരി ബ്രൗണും ഇംഗ്ലണ്ടിൻ്റെ അവികസിതമായ ഒരു ഭാഗത്തേക്ക് താമസം മാറി. എന്നാൽ പള്ളി പരിസരത്തും അവരുടെ വീട്ടിലും ഗുണ്ടാസംഘങ്ങൾ നിലയുറപ്പിച്ചിരിക്കുകയായിരുന്നു എന്ന് അവർ അറിഞ്ഞിരുന്നില്ല. ഗുണ്ടകൾ അവരുടെ ജനാലകളിലൂടെ ഇഷ്ടികയെറിയുകയും അവരുടെ വേലികൾ കത്തിക്കുകയും അവരുടെ കുട്ടികളെ ഭീഷണിപ്പെടുത്തുകയും ചെയ്തു. മാസങ്ങളോളം ഈ പീഡനം തുടർന്നുവെങ്കിലും പോലീസിന് അതിനെ തടയാൻ കഴിഞ്ഞില്ല. യെരുശലേമിൻ്റെ തകർന്ന മതിലുകൾ ഇസ്രായേലിയർ പുനർനിർമ്മിച്ചതിനെക്കുറിച്ച് നെഹമ്യാവിൻ്റെ പുസ്തകം വിവരിക്കുന്നു. പ്രദേശവാസികൾ കലക്കം വരുത്തേണ്ടതിനും അക്രമത്തിലൂടെ ഭീഷണിപ്പെടുത്താനും തുടങ്ങിയപ്പോൾ ഇസ്രായേലിയർ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കാവൽക്കാരെ നിയമിച്ചു. തങ്ങളെ നയിക്കുവാൻ ദൈവം ഈ ഭാഗം ഉപയോഗിച്ചിരിക്കുന്നു എന്ന് തോന്നിയ ബ്രൗണും അവരുടെ കുട്ടികളും മറ്റു ചിലരും അവരുടെ പള്ളിയുടെ മതിലുകൾക്ക് ചുറ്റും നടന്ന് അവരെ സംരക്ഷിക്കാൻ ദൂതന്മാരെ കാവൽക്കാരായി നിയോഗിക്കണമെന്ന് പ്രാർത്ഥിച്ചു. ഗുണ്ടാസംഘം പരിഹസിച്ചുവെങ്കിലും പിറ്റേന്ന് അവരിൽ പകുതിയോളം പേർ മാത്രമാണ് അവിടെ എത്തിയത്. പിറ്റേന്ന് 5 പേർ മാത്രമേ അവിടെ വന്നിരുന്നുള്ളൂ. അതിൻ്റെ പിറ്റേന്ന് ആരും വന്നില്ല. ആളുകളെ ഭീഷണിപ്പെടുത്തുന്നതിൽ നിന്ന് ഗുണ്ടാസംഘം പിന്തിരിഞ്ഞതായി ബ്രൗൺ കുടുംബം പിന്നീട് കേട്ടു. പ്രാർത്ഥനയ്ക്കുള്ള ഈ അത്ഭുതകരമായ ഉത്തരം നമ്മുടെ സ്വന്തം സംരക്ഷണത്തിനുള്ള ഒരു സൂത്രവാക്യമല്ല, മറിച്ച് ദൈവത്തിൻ്റെ വേലയ്ക്ക് എതിർപ്പ് വരുമെന്നും പ്രാർത്ഥനയുടെ ആയുധം ഉപയോഗിച്ച് പോരാടണമെന്നും ഇത് ഓർമ്മപ്പെടുത്തുന്നു. വലിയവനും ഭയങ്കരനുമായ കർത്താവിനെ ഓർക്കുക. നെഹമ്യാവ് ഇസ്രായേലിയരോട് പറഞ്ഞു, അക്രമാസക്തമായ ഹൃദയങ്ങളെപ്പോലും സ്വതന്ത്രമാക്കാൻ ദൈവത്തിന് കഴിയും. ചിന്തിക്കുക, ബ്രൗൺ കുടുംബത്തിൻ്റെ സാഹചര്യത്തിൽ നിങ്ങളായിരുന്നുവെങ്കിൽ എന്തു ചെയ്യുമായിരുന്നു? വിടുതലിനായി ഇന്ന് നിങ്ങളുടെ പ്രാർത്ഥനകൾ ആർക്കാണ് ആവശ്യമായിരിക്കുന്നത്? ദൈവത്തിന് മഹത്വം.